സർ, അടുത്തിടെയായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ വല്ലാത്തൊരു സ്നേഹം, വല്ലാത്തൊരു ബന്ധം, ഒരു ആത്മബന്ധം ഉടലെടുത്തതായിട്ട് കാണുന്നുണ്ട്. നായന്മാരും ഈഴവന്മാരുമാണ് ഈ പറയുന്ന കഥാപാത്രങ്ങൾ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ നായരും ഈഴവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ ഏത് ജാതിയാണെന്ന് അനീഷിന് അറിയത്തില്ല. അനീഷിൻ്റെ പേര് മോഹനേന്ദ്രൻ എന്നാണ്. അനീഷ് മോഹനേന്ദ്രൻ. അപ്പോൾ അനീഷ് ആരാ ജാതി എന്ന് എനിക്കറിഞ്ഞോളൂ. അതേസമയം ഈ കൂട്ടത്തിലേക്ക് ഒരു തോമസ് വർഗീസ് വന്നാൽ നമുക്കറിയാതെ ആരാണ്. അബ്ദുൽ അസീസ് വന്നാലും ഇത് മതമാണ് ജാതിയാണെന്ന് നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഈ മന്നത്ത് പത്മനാഭനെ നായരുടെ വാല് വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഗോപകുമാരൻ നായരെന്ന് വെച്ചെങ്കിലല്ലേ ഞാൻ നായരാന്നറിയാനൊക്കത്തുള്ളൂ. വെറും ഗോപകുമാർ ആരാണ് എന്ന് പറഞ്ഞാലേ ഈഴവനും നായരും തമ്മിൽ അടിസ്ഥാനപരമായി എന്ത് വ്യത്യാസമാണുള്ളത്? ഉദാഹരണത്തിന് ഒരേ അമ്പലത്തിലാണ് പോകുന്നത്, ഒരേ ക്ഷേത്രവിശ്വാസികളാണല്ലോ, ഒരേ ആചാരങ്ങളാണ്. ദീപാവലി, വിഷു, ഓണം ഇതെല്ലാം ഒരുപോലെ ഇല്ലേ ആഘോഷിക്കുന്നത്? മുണ്ട് ഷർട്ടൊക്കെ ഇടുന്ന ഒരുപോലെ തന്നെ ഇല്ലേ? ആചാരത്തിൽ, വസ്ത്രധാരണത്തിൽ, വിശ്വാസത്തിൽ എവിടെയാണ് ഈഴവരും നായരുമുള്ള അഭിപ്രായ വ്യത്യാസം? എന്ത് വ്യത്യാസമാണുള്ളത്? പിന്നെ ഒരു ചെറിയ വ്യത്യാസം എവിടെയാണ് വന്നത്? ചെറിയ വ്യത്യാസം വന്നത് അത് ഈ ഉദ്യോഗസ്ഥത്തിന് സംവരണം ഏർപ്പെടുത്തിയ വിഷയത്തിലാണ് ഒരു പ്രശ്നം വന്നത്. അതായത് സാമ്പത്തിക സംവരണം വേണമെന്ന് NSS ഒരു നിലപാടെടുത്തു. അത് പറ്റത്തില്ല, സാമുദായിക സംവരണമാണ് വേണ്ടതെന്ന് SNDP നിലപാടെടുത്തു. അത് ഉദ്യോഗത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നായരും ഈഴവനും തമ്മിൽ രണ്ട് ശത്രുക്കളായ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സമുദായമല്ല, മറിച്ച് ഒരുപോലെയുള്ള സമുദായമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗ സ്വാമികളാണ്. അങ്ങേര് കൊച്ചാപ്പി പിള്ള എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ. പൂർവാശ്രമത്തിൽ നായരായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സത്യവ്രതൻ, അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരന് അയ്യപ്പൻ പിള്ളയാണ്. ഞാൻ പറഞ്ഞൊരു ദീർഘമായ ബന്ധം പറഞ്ഞാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് പാലക്കാട്ടുകാരൻ വടക്കഞ്ചേരിക്കാരൻ പരമേശ്വര മേനോനാണ്. അദ്ദേഹം LLB ഫസ്റ്റ് റാങ്കോട് പാസ്സായ ഒരാളാണ്. ആ കാലത്ത് അദ്ദേഹം ഗുരുദേവനിലേക്ക് ആകർഷിക്കപ്പെട്ട് ചെന്നു എന്ന് പറയാൻ ഗുരുദേവൻ്റെ ഒരു മാസ്മരിക ശക്തിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDP യോഗത്തിലും ധർമ്മസംഘത്തിലും ഒക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു സമുദായമല്ലേ നായർ. അപ്പോൾ എവിടെയാണ് ഈ നായർ ഈഴവനും തമ്മിലുള്ള വ്യത്യാസം? എന്താ? ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനൊരു ഈശ്വരതുല്യം ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സംവരണത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അത് മോദി എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുത്തു. അത് കൊടുത്തത് ആർക്കാണ്? ഏതെങ്കിലും ഒരു സമുദായത്തിനല്ല കൊടുത്തത്. സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളില്ലാത്ത എല്ലാവർക്കുമാണ് ഈ 10% സംവരണം കൊടുത്തത്. ആ കൂട്ടത്തിൽ ലത്തീൻ കത്തോലിക്കൽ ഒഴിച്ചുള്ള ക്രിസ്ത്യാനിക്ക് കിട്ടും, നായർക്ക് കിട്ടും, ബ്രാഹ്മണന് കിട്ടും, ഇവർക്കെല്ലാം കിട്ടും. ഇനി നായരെന്ന് പറഞ്ഞാൽ തന്നെ നായർക്കകത്ത് ഒരുപാട് സമുദായങ്ങളുണ്ട്. ഇപ്പം നായരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നായർ കമ്മ്യൂണിറ്റി ജനസംഖ്യയിൽ 14%. അത് പിന്നെ നായരോട് സ്നേഹമുള്ള ആളുകൾ അത് 12 ആക്കി 8 ആക്കി. ഇനി നായന്മാർ കേരളത്തിൽ ഇല്ലെന്ന് പറയുന്ന ഒരു കണക്ക് വരും, അത് വന്നോട്ടെ. എങ്കിലും 14% ഉണ്ട്. 2% ബ്രാഹ്മണന്മാരുണ്ട്. ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു കണക്ക്. കൃത്യമായ കണക്ക് വന്നിട്ടില്ലല്ലോ. ഇതായാലും തന്നെ പിള്ളയുണ്ട്, പണിക്കരുണ്ട്, വല്യത്താനുണ്ട്, ഉണ്ണിത്താനുണ്ട്, മേനോനുണ്ട്, നമ്പ്യാരുണ്ട്, കൈമളുണ്ട്, ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ പേരിൻ്റെ പേര് നായർ വരുന്ന മാത്രം അല്ലല്ലോ ഉള്ളത്. മനസ്സിലായി. ഇപ്പോൾ ഈ അടുത്തിടെ വരെ അവർ ഈ പറയുന്ന പോലെ ഈ ഒരു സംവരണത്തിൻ്റെ പേരിലുള്ള ചെറിയ ഭിന്നിപ്പല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വല്ലാണ്ടൊരു ഐക്യം, എസ്പെഷ്യലി ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളോട് ചേർന്നിട്ട് ഇടത് പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ NSSൻ്റെ നേതൃത്വത്തിലുള്ളവരും SNDPയുടെ നേതൃത്വത്തിലുള്ളവരും ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊരു നായർ ഈഴവ ബാന്ധവമാണ് എന്ന് ഇടത് സഹയാത്രികർ വിലയിരുത്തുന്നു. അതിലേക്കാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഈ നായർ ഈഴവ ഐക്യം യഥാർത്ഥത്തിലുണ്ടായത് മന്നത്ത് പത്മനാഭൻ്റെയും R ശങ്കറിൻ്റെയും കാലത്താണ്. അവർ കോൺഗ്രസ്സിനകത്തുണ്ടായ ഈ ക്രൈസ്തവ സ്വാധീനം വർദ്ധിച്ചപ്പോഴാണ് ഈ നായരും ഈഴവനും കൂടെ യോജിച്ചത്. അതായിരുന്നു സത്യം. 1954 മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് ഒരു ഐക്യം ഉണ്ടാക്കി. അത് ഹിന്ദു മഹാസഭ എന്നാണ് ആ ഐക്യം ഉണ്ടാക്കിയ ആ സംഘടനയുടെ പേര്. അവർ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി നേമത്തും വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടെ മത്സരിച്ച്, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ആ 2 സ്ഥലത്തും മത്സരിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. വലിയ ഭൂരിപക്ഷത്തിലാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് അപകടം തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. തീർത്തും പരിഹരിച്ചു എന്നും പറയാനൊക്കത്തില്ല. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലെ 80% ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ അനുഭവമുള്ള ആളുകളാണ്. 20% കോൺഗ്രസും ആണുള്ളത്, മറ്റു പാർട്ടികളിലൊന്നും ഇല്ല.
നായർ സമുദായത്തിലാണെങ്കിൽ 80% കോൺഗ്രസും അന്നത്തെ കാലത്താണ്, 20% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇതായിരുന്നു ഈ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ശരി. 57 തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു വന്നപ്പോഴേ 57 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു പരീക്ഷണമാണ് 2025 കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ട് എങ്കിൽ പോലും നായർ ഈഴവ ഐക്യം എന്നാൽ സ്വാഭാവികമായിട്ട് ഹിന്ദു ഐക്യം ഉണ്ടാകും. അത്തരം ഒരു ഹിന്ദു ഐക്യം ഉണ്ടായാൽ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഡെമോഗ്രാഫി വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറും, അതിന് സംശയിക്കേണ്ട. അത് കൂടുതൽ പ്രയോജനം ഒരുപക്ഷെ ചെയ്യുന്നത് CPM ആയിരിക്കും. കാരണം വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. BJP ഉള്ള ഹിന്ദുക്കളെക്കാൾ കൂടുതൽ CPM ഹിന്ദുക്കളുള്ളത്. അപ്പോൾ അത് അതിനെ സ്വാധീനം ചെയ്യുക. ഈ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 2026 താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നായർ ഈഴവ രണ്ട് പ്രബല സമുദായങ്ങൾ ഇടതു മുന്നണിയോടൊപ്പം ചേരുന്നു. അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈഴവരെല്ലാം അല്ലെങ്കിൽ നായന്മാരെല്ലാം ഈ പാളയത്തിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം വേറെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. സാങ്കേതികമായി പോലും ഈ രണ്ട് സമുദായങ്ങളും LDFനോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെ കരുതുക. മറുഭാഗത്ത് UDF ആണുള്ളത്. UDFനൊപ്പം നിൽക്കുന്നത് മുസ്ലിം ലീഗുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു സാമുദായിക കോമ്പിനേഷനാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ജനങ്ങൾ ഏത് സ്വീകരിക്കും? അതൊരു പ്രശ്നമാണ്, അത് വലിയൊരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത് 57 ഉണ്ടായതിൻ്റെ ഒരു തനിയാവർത്തനം ഇവിടെ വരാൻ അതിൻ്റെ 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം സുകുമാരൻ നായർ തീർത്തും ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് സുകുമാരൻ നായരുടെ പിന്തുണ കൊണ്ട് ഇടതുപക്ഷത്തിന് പ്രയോജനം കിട്ടും. അവിടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സുകുമാരൻ നായരെ സത്യത്തിൽ നായർ സമുദായം അംഗീകരിക്കുന്ന ഒരു നേതാവേ അല്ല. ആ NSSൻ്റെ സ്ട്രക്ചറിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് അങ്ങനെ അവിടെ ഇരിക്കുന്നത്. NSSൻ്റെ ഡയറക്ടർ മെമ്പറായിരുന്ന മഞ്ചേരി ഭാസ്കരൻപിള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഹാസ്യരൂപേണ പറഞ്ഞു, അവിടെ ഒരു മനുഷ്യൻ പോലും ഇരിക്കണമെന്നില്ല, ഒരു നായെ പിടിച്ചു വെച്ചാൽ പോലും അത് അതിൽ ഇറങ്ങി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലേ ഉള്ളൂ, പിന്നെ അല്ലെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല, അത് അവിടെ ഇരിക്കും. അത് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് മഞ്ചേരി ഭാസ്കരൻപിള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാൾ ഇരിക്കുന്നത് അത്ര അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സുകുമാരൻ നായരോടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ സുകുമാരൻ നായരുടെ നായർ സമുദായത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വേണമല്ലോ. അദ്ദേഹത്തിൻ്റെ നായർ സമുദായത്തിന് അവജ്ഞയാണ്, അതാണ് സത്യം. നിങ്ങൾ എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, അവർ ആദരവോടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ സുകുമാരൻ നായർക്ക് പകരം ഒരു ജനകീയനായ നേതാവാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് എങ്കിൽ ഈ ഇക്വേഷൻ വലിയ അപകടം ചെയ്യും. അപകടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് താങ്കൾ പറഞ്ഞിടത്തു തന്നെയാണ് വരുന്നത്. ഈ ഇക്വേഷൻ എങ്ങനെയാണ് അപകടം ചെയ്യുന്നത് വെച്ചാൽ നായർ കമ്മ്യൂണിറ്റി വളരെ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അവർ വളരെ പ്രബുദ്ധരുമാണ്. അവർ വോട്ട് ചെയ്യാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാം. സുകുമാരൻ നായരൊന്നും പറയണ്ട. അന്വേഷിക്കാൻ റിസൾട്ട് വരുമ്പോൾ നോക്കൂ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നായർ ഭൂരിപക്ഷമുള്ള സ്ഥലത്തേക്ക് വോട്ടിംഗ് പാറ്റേൺ ഒരുപോലെ ആയിരിക്കും. അതായത് സുകുമാരൻ നായർ LDFനൊപ്പം നിന്നത് കൊണ്ട് നായന്മാർ മുഴുവൻ LDFിൽ നിന്ന് പോകും എന്നാണ് താങ്കൾ പറയുന്നത്. എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സുകുമാരൻ നായർ LDFിലോട്ട് വന്നതുകൊണ്ട് LDFിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രയോജനം ഉണ്ടാക്കാനുള്ള തടസ്സം സുകുമാരൻ നായർക്ക് നായർ സമുദായത്തിലുള്ള സ്വാധീനക്കുറവാണ്. അതേസമയം സുകുമാരൻ നായർ ഇരിക്കുന്ന കസേരയിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ പോലെ വളരെ സമർത്ഥനായ ഒരു നേതാവാണ് ഇരുന്നതെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കും, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തിന് LDFിനെ പിന്താങ്ങുന്നു എന്ന് കൺവിൻസിങ്, ചുമ്മാ പറ്റത്തില്ല, കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് മാറ്റം ഉണ്ടാക്കുന്ന മനസ്സിലായി. പക്ഷേ ഇപ്പം ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ NSSന്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ സുകുമാരൻ നായരാണ്. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, LDF ആണ് ശരിയെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ തന്നെ LDFനോടൊപ്പം സന്തത സഹചാരിയായി പോകുന്ന ശ്രീ പിണറായി വിജയനോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും പറയുന്നു LDF ആണ് ശരി. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവർ പണ്ട് UDFിന് NSSന്റെ സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ ജമാഅത്ത് ഇസ്ലാമി ലീഗും തമ്മിൽ ബാന്ധവത്തിൽ ഏർപ്പെട്ട് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, അതിന് ചെറിയൊരു പ്രശ്നമുള്ളത്. ജനങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ CPM ആരംഭിക്കും. അന്നേരം ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ജനങ്ങളുടെ പിന്നിൽ വയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ചേർന്ന് പണ്ട് 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചവർ ഇപ്പോൾ 10ാം മന്ത്രിസ്ഥാനം ചോദിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ എല്ലാ ഇടപാട് തീരും. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം LDFിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു നിലയിലേക്ക് ഈ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ എത്തും. ഇലക്ഷൻ വരുമ്പോൾ നോക്കിക്കോളൂ. ഇതിൻ്റെ പ്രോബ്ലം എവിടെ വെച്ചാൽ മുസ്ലിം വോട്ട് ഏതാണ്ട് CPMന് നഷ്ടമായി, LDFിന് നഷ്ടമായി.
അതുകൊണ്ട് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ വരുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. ക്രിസ്ത്യൻ വോട്ടും ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ LDFന് കിട്ടാൻ സാധ്യത കുറവാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിനെ പോവുള്ളൂ. ശേഷിക്കുന്ന ആകെയുള്ള ഹിന്ദുക്കളുടെ വോട്ട് ഇനി വരണം, വോട്ട് വന്നേ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു തടസ്സമുണ്ട്. ഇപ്പം നായർ ഈഴവായിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തടസ്സം CPI ആണ്. കാരണം CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചാണ്ഡിഗഡിൽ കൂടുണ്ടായി. ചാണ്ഡിഗഡിൽ നമ്മുടെ BS സുനിൽകുമാർ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതായത് മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന, സംവരണത്തിന് ആനുകൂല്യം കിട്ടാത്ത എല്ലാ മനുഷ്യർക്കും 10% റിസർവേഷൻ ഏർപ്പെടുത്തി. അത് CPIയുടെ പരിപാടിയിൽ നിന്ന് മാറ്റണം. CPI അതുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് BS സുനിൽകുമാർ പറഞ്ഞത്. അത് പാർട്ടി സമ്മേളനം ഏകകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ CPIയുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത് BS സുനിൽകുമാറാണ്. അതിൻ്റെ എംഗൽസാണ് നമ്മുടെ ബിനോയ് വിശ്വം. മറ്റേ മാർക്സും ഇത് എംഗൽസുമാണ്. അപ്പോൾ ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 167 സമുദായത്തിനെങ്ങാണ്ട് കേരളത്തിൽ പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഈ സമുദായത്തിലെ ഈ ദരിദ്രവാസികളായ കുറേ ആളുകളുണ്ട്. അവരാണ് ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവരെ വലിയ കുഴപ്പക്കാരാണ്. ഇവരെ തകർത്താൽ ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം നമുക്ക് ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്താമെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അത് ബിനോയ് വിശ്വത്തിന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരൊരേ തൂവൽ പക്ഷികളാണ്. അത് നടന്നോട്ടെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ ചിലപ്പോൾ ആളുകൾ ചെയ്യണമെന്നില്ല. ഇവൻ വോട്ട് ചെയ്യരുത്, ഇവൻ നിനക്ക് ദ്രോഹമാണെന്ന് പറഞ്ഞാൽ കണ്ണുമടച്ച് നെഗറ്റീവ് വോട്ട് വീഴും. അങ്ങനെ വരുമ്പോൾ CPIയുടെ ഈ സ്റ്റാൻഡ് LDFലെ CPI സ്ഥാനാർത്ഥികൾക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ ആളുകൾ ഇരിക്കുന്ന കമ്പ് മുറിക്കേണ്ടെന്ന് തൽക്കാലം തീരുമാനിക്കുകയും ചെയ്താൽ CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ വെല്ലുവിളികൾ വളരെയേറെയാണ്. പണ്ടേ ദുർബല, ഇപ്പം ഗർഭിണി കൂടായി. അപ്പോൾ ഈ കാൾ മാർക്സും എംഗൽസും കൂടെ ഏതാണ്ട് ഇതിൻ്റെ ശവമടത്ത് നടത്താനുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാനൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതുപോലെ LDFന് ഒരു വെല്ലുവിളിയാണ്. കാരണം CPIയുടെ സ്ഥാനാർത്ഥികളുടെ ജയിച്ചെങ്കിലല്ലേ ഇവർക്ക് അധികാരത്തിൽ വരാനും ഉള്ളൂ. മനസ്സിലായി. ഇപ്പോൾ CPM CPI അവർ തമ്മിൽ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത കാരണം അത് ഈ പറയുന്ന പോലെ ക്രോസ് വോട്ടിംഗായി മാറുകയും അത് എതിർപക്ഷത്തിന് അനുഗുണമായി മാറുകയും ചെയ്തേക്കാം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന, അതായത് ഇവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വരുന്ന ഹൈന്ദവ വോട്ടുകളും തങ്ങളോടൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ ഈ പറയുന്ന എന്താ പറയുക ഇസ്ലാമിക വോട്ടുകളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ UDF ഭരണം പിടിക്കും എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? വിയോജിക്കും. അല്ല, UDF ഭരണം പിടിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ UDF ഭരണം പിടിക്കണമെങ്കിൽ പറ്റില്ലെന്ന് ഞാൻ പറയത്തില്ല. എങ്ങനെയാണ് പറ്റുന്നത് വെച്ചാൽ അല്ല, ചാൻസ് വലിയ ചാൻസ് ഉണ്ട്. ഇത് വേറൊരു കാര്യം ഞാൻ പറയും. ചാൻസ് വളരെ വലുത് UDF ഉണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അതിൻ്റെ ആഴവും പരപ്പും നമുക്കറിയില്ല. നമ്മൾ കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ വികാരമാണ് ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നത്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി അനുദിനം കൂടി വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിനെതിരാണ്, അവർക്ക് DA കിട്ടുന്നില്ല. പെൻഷൻകാർ ഗവൺമെൻറ്റിനെതിരാണ്, അവർക്ക് സാമൂഹ്യ പെൻഷൻ, എല്ലാ രംഗത്തും. പിന്നെ ഏറ്റവും അധികം തകർന്നൊരു വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ വകുപ്പാണ്. അവിടെയാണല്ലോ ആളുകൾ വലിയ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നത്. അത് കുത്തഴിഞ്ഞ് കിടക്കുക. ഇതെല്ലാം കൊണ്ടുണ്ടായ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ശക്തമായ ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നായർ ഈഴവ ഐക്യത്തിലൂടെ അതിനെ മറികടന്ന് അധികാരത്തിലെത്താൻ LDFന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ശ്രമങ്ങളാണ് അവർ അവരുടെ ഭാഗത്ത് ശ്രമിക്കുന്നു. UDF അതേ ഈ പറയുന്ന താങ്കൾ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നേടാൻ അവർ നിൽക്കുന്നു. അവർ രണ്ടുപേരെ മാറ്റിവെക്കാം. ഇവിടെ മൂന്നാമതൊരു കക്ഷിയുണ്ട്. അവർ ബദൽ മാർഗങ്ങളായിട്ട്, അതായത് LDFനും UDFനും ഒരു ബദലായി സ്വയം ഉയരാൻ ആഗ്രഹിക്കുന്നവർ സർപ്രൈസ് കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് BJP നേതാക്കന്മാർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു സാമൂഹ്യ സാഹചര്യം, ഈ പറയുന്ന സാമുദായിക എന്താ പറയുക ബാലൻസിങ് BJPയുടെ സാധ്യതകളെ 2026 എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനകത്ത് BJPക്ക് ഒരു സാധ്യത ഞാൻ കാണുന്നത്, സുകുമാരൻ നായർ LDFന് അനുകൂലമായി സ്വീകരിച്ച നിലപാട് നായർ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ കോൺഗ്രസിനെതിരായിട്ട് തിരിക്കുക. ശരി, കോൺഗ്രസിനെതിരായിട്ട് തിരിയുന്ന ആളുകൾ അതുപോലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. CPIയുടെ സ്ഥാനാർത്ഥി വരുന്നിടത്ത് ഈ ചെറിയ പ്രശ്നം വരും. അവരുടെ ജയിച്ചെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ശക്തമായി ആ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന വോട്ടുകൾ, അതായത് ഗവൺമെൻറ്റിനെതിരെ കോൺഗ്രസിനും എതിരെ, പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് BJP അല്ലേ ഉള്ളൂ. BJPക്ക് വോട്ട് കിട്ടാൻ, അപ്പോൾ BJPക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത സുകുമാരൻ നായരുടെ സ്റ്റാൻഡ് കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ BJPക്ക് ഇപ്പം തന്നെ 20% വോട്ടുണ്ടല്ലോ. 20% വോട്ട് അവർ കിട്ടിയ വോട്ടല്ലേ. 2016 8 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ
ആരുടെയും സഹായമില്ലാതെ 2ാം സ്ഥാനത്ത് വന്നാണ് BJP, മറക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് ജയിക്കാനുള്ള തടസ്സം എന്താ? BJPക്ക് ജയിക്കാൻ തടസ്സം അവർ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജനത്തിന് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജനം തീരുമാനിക്കും ഏത് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ. അവൻ ആരാണെന്ന് പോലും അറിയത്തില്ല. BJP സ്ഥാനാർത്ഥി ആരാ? എന്നാൽ പിന്നെ ഇതൊരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്തേക്കാം. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം കൊണ്ടും മാത്രം വലിയ സെറ്റ് ബാക്ക് ഉണ്ടായ പാർട്ടിയാണ് BJP. ഇപ്പോൾ BJP ജയിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ 2 കാരണമുണ്ട്. ഒന്ന്, അവരുടെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ആളുകളല്ല. 2, നരേന്ദ്രമോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണെന്ന് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അവരുടെ കേഡർ പരാജയപ്പെട്ടു. അതാ ഈ 2 കാര്യമാണ് BJPക്കുള്ള പ്രശ്നം. അത് പരിഹരിക്കാൻ കഴിയും. എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത് വെച്ചാൽ, ഇപ്പോൾ BJPയിലേക്ക് പിന്നെ കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നു. ഇപ്പം നമ്മുടെ പിന്നെ DGP ആയിട്ടിരുന്ന ശ്രീലേഖ അല്ല ഇപ്പം RSSലോട്ട് ചേരാൻ പറഞ്ഞിരിക്കാന്നുള്ളത്. അങ്ങനെ അല്ലതില്ല, നമ്മൾ അങ്ങനെ കാണരുത്. ജേക്കബ് തോമസ് BJPയുടെ അനുഭവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ല. ജേക്കബ് തോമസ് ഗണവേഷം ധരിച്ച് RSSന്റെ റൂട്ട് മാർച്ചിൽ വരും എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന മെസ്സേജ് നിസ്സാരമല്ല. ജേക്കബ് തോമസിനെ മാത്രമായിട്ട് നമ്മൾ എടുക്കരുത്. അല്ല, അങ്ങനല്ല. വേറെ ഒരു കാര്യം കൊണ്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് ഇതൊന്നുമില്ല എന്ന സമയത്ത് ജസ്റ്റിസ് KT തോമസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം താങ്കൾ കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാര്യം KT തോമസ് പറഞ്ഞ കാര്യമാണ്. അത് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ പിന്നെ നമ്മുടെ ഭരണഘടനയും കഴിഞ്ഞാൽ RSSന്റെ സ്വാധീനമാണ്. അത് ജസ്റ്റിസ് KT തോമസ് എന്തെങ്കിലും സ്ഥാനമാനത്തിന് പറഞ്ഞ ആളല്ല. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ആളാണ്. അപ്പം RSSലോട്ട് മാറുന്നത് അപമാനകരമായ ഒന്നല്ല എന്ന് ബോധ്യമാവുകയും രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിലും RSSലൂടെ പങ്കാളികളാകാൻ കഴിയും എന്ന് വന്നാൽ വലിയ രാഷ്ട്രീയ മോഹമില്ലാത്ത റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ശ്രീലേഖ വന്നു, സെൻകുമാർ വന്നു, ജേക്കബ് തോമസ് വന്നു, സഹയാത്രികനായി നിൽക്കുന്നു. അപ്പോൾ ഇനിയും റിട്ടയർ ചെയ്യാൻ പോകുന്ന പല ആളുകളും റിട്ടയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഏതായാലും ഇനി 2026 തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ നാളുകളേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വേണമെങ്കിൽ ഇനിയും സംഭവിക്കാം, സാമൂഹ്യ മാറ്റങ്ങൾ ഇനിയും സംഭവിക്കാം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ശേഷം ചർച്ചകളാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.